ഹലോ, ഗുഡ് മോർണിംഗ്. ശിവ ഉറങ്ങാണ്. ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. ഞാനിവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോട്ടെ, നല്ല ഭംഗിയാണ്. എനിക്ക് കണ്ട് ഒരു പ്രാവശ്യം, നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടി ഞാൻ പിന്നെ അടച്ചിട്ടതാണ് കേട്ടോ. എന്താ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇന്ന് ശിവയുടെ ബർത്ത്ഡേ ഉണ്ട്, 27th. അപ്പോൾ ഭയങ്കര ഹാപ്പി അവനെ കൊണ്ട് ലക്ഷദ്വീപ് വരാൻ പറ്റിയേന്. അപ്പോൾ അതേ ബർത്ത്ഡേ വിഷസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. സ്റ്റാറ്റസ് ഇപ്പോൾ ഇട്ടുള്ളൂ ഞാൻ എണീറ്റതിന് ശേഷം. ഇപ്പോൾ 8 മണി ആവാറാവണുള്ളൂ ഇവിടെ. അപ്പോൾ അവനൊന്ന് വിളിച്ചെണീപ്പിക്കുക. അപ്പം അവൻ എന്നോട് പറഞ്ഞ് രാത്രി കേക്ക് മുറിക്കുമോ. ഞാൻ പറഞ്ഞു രാത്രി ഒന്നുമില്ല, വൈകിട്ട് മുറിക്കുക ശിവ. വൈകിട്ടാകുമ്പോൾ ഇവിടെ എല്ലാവരും വരും, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാമല്ലോ. അപ്പം ഉറങ്ങയാണ്, വിളിച്ചെണീപ്പിക്കാം. ഒരു മിനിറ്റ്. ശിവ ശിവ എഴുന്നേറ്റാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ശിവമോനെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് ബർത്ത്ഡേ പോയി എനിക്ക്. അപ്പം അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മയാണ് കേട്ടാ, വേറെ ഒന്നുമില്ലട്ടാ. ഈ പ്രാവശ്യം വേറെ ഒന്നുമില്ലട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഇപ്പം അച്ഛൻ വിളിക്കുമായിരിക്കും. അച്ഛനെ ഇട്ടിട്ടില്ലെന്ന് വിചാരിച്ച് വിളിക്കാത്താണ്. അപ്പം ഇപ്പം അച്ഛൻ വിളിക്കുമായിരിക്കും. ഞാനൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടടാ, കുറച്ചും കൂടി ആക്കാനുണ്ടത്, എന്നിട്ട് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി. അപ്പം ഞങ്ങൾ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. കാഞ്ഞാക്കി ഇങ്ങനെ കോലമൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞങ്ങളിതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശിവൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓ മുട്ടിയൊക്കെ എന്താണ് ഇന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പോണേന്നാണ് പറയണത്. എനിക്ക് വെള്ളം ചെറുതായിട്ട് പേടിയാണ്, ഇവന് പേടിയൊന്നുമില്ല, ഇവന് ഇറങ്ങുമെന്നൊക്കെയാണ് പറയണത്. അപ്പം ദേ ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. വേറൊരെണ്ണം എടുത്തിട്ട് ഒരു ഇത്രയുള്ള ഷോർട്ട്സ് പാൻറ്റൊക്കെ ഞാൻ എന്നെങ്കിലും ഇനി ഗോവയിലും ലക്ഷദ്വീപൊക്കെ പോകുമ്പോൾ ഇടാല്ലാന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇട്ടിട്ട് എനിക്കൊരു സുഖം തോന്നണില്ല. അപ്പം അവസാനം ഇത് ഇങ്ങനത്തെ തന്നെ ഒരു സാധനം എടുത്തിട്ട് കേട്ടോ. അപ്പം ശിവക്ക് വേറൊരെണ്ണം എടുത്തു വെച്ചത്. അപ്പം ആ ഗൈഡ്, ആ ചേട്ടൻ പറഞ്ഞ് ഇതുപോലെ നൈസായിട്ടുള്ളത് മതി, വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഉണങ്ങൂലെന്ന്, ഇതാവുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുമെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങളിതേ പോകാൻ പോണേണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാഴ്ചകളെല്ലാം കാണാം, വാ. ഞങ്ങളിതേ വണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടോ. വണ്ടി എത്തിയിട്ടില്ല, ഞങ്ങൾക്ക് പോകേണ്ട വണ്ടിയാണ്. ശിവ ബാഗ് ശിവടത്താണ് കൊടുത്തേക്കണത്. ശിവയാണ് ബാഗൊക്കെ പിടിക്കണ ആൾ. എൻ്റെ അടുത്തൊരു കുഞ്ഞു ബാഗിൽ ഫോണും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ ഇവൻ്റെ മെയിൻ സാധനമുണ്ട്. ഇവിടെ വന്നപ്പോൾ തുടങ്ങിയുള്ള മെയിൻ സംഭവമാണിത്. ഇതുമ്മേന്ന് ഇറങ്ങിയിട്ടില്ല. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, ഭയങ്കര കാറ്റാണേ. അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ എൻ്റെ ഡ്രസ്സ്. അവിടെ വന്നപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതാണ് ഇങ്ങനെ ഒരു പാൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നോക്കി മൂടാതിരി ഞാനൊരു ഇൻസ്റ്റയിൽ റീലിട്ടിട്ടുണ്ട്. ഇൻസ്റ്റ ഉള്ളവരൊക്കെ ഒന്ന് പോയി നോക്കണേ. എനിക്ക് ആ അതിരടി സിനിമയിലെ പാട്ട് എനിക്ക് അന്നേരം കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ പാട്ട്, അമ്മ പൊതപ്പേ എന്നുള്ള പാട്ട്. എനിക്ക് അന്നേരം കേട്ടപ്പോൾ ഇതെന്ത് പാട്ട് എന്ന് വിചാരിച്ചിട്ട് കോമഡി പോലെ തോന്നിയേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഒരു സീനൊക്കെ കാണിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞങ്ങളത് ഇന്നലെ ഞാനും ശിവമോനും കൂടി അത് എടുത്ത് എന്നിട്ട് ഇൻസ്റ്റയിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റ ഉള്ളവരൊക്കെ ഒന്ന് പോയി നോക്കണേ. നീതൂസ് ഒഫീഷ്യൽ നടിച്ചാൽ മതി, അപ്പം വരും. അപ്പം നിങ്ങളൊന്ന് കയറി നോക്കണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പറയണേ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ സൈറ്റ് സീയിങ്ങിന് പോകാനായിട്ട് വണ്ടി കാത്ത് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മുടെ ഈ സ്വപ്നത്തിലൊക്കെ നമ്മൾ കാണുന്ന സ്ഥലമില്ല, അതുപോലത്തെ സ്ഥലമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഇതുപോലത്തെ സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണേ കണ്ടിട്ടുള്ളൂ. കാരണം വേറെ ആരും വേണ്ട, എനിക്ക് ഒറ്റക്കാണ് എല്ലായിടത്തും പോകാനും ഇഷ്ടമാണ്. ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാൻ ഇഷ്ടമല്ലാണ്ടല്ല, പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം. ഇപ്പം മോനുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അവനാണെങ്കിലും ഓക്കെയാണ്.
പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു നീല വെള്ളത്തുള്ള സ്ഥലത്തൊക്കെ എന്താ പറയുക വന്നതും ഇവിടെ നിൽക്കണതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള സൈറ്റ് സീയിങ്ങിന് പോവുകയാണ്. ഒരാളെത്തി, ഗൈഡെത്തി. അപ്പം പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ബാ, ഞങ്ങളതേ റൂമിലോട്ട് പോണേണ്. കാരണം ഈ കമ്മലും സാധനങ്ങളൊക്കെ ഊരി വെക്കണം. സ്കൂബ ഡൈവിങ്ങിന് പോവാണ്. നാളെയാണ് പറഞ്ഞിരുന്നത്, ഇന്നാണപ്പം പോണത്. ടെൻഷൻ ടെൻഷൻ, പിന്നെ അടുത്ത ടെൻഷൻ. ശരിക്കും വയ്യ, ടെൻഷനാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷനാണ്. ശിവക്ക് ടെൻഷൻ ഉണ്ടാടാ? ഇവനൊരു കുഴപ്പമില്ല, ഇവന് പോണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേട്ടനാണെങ്കിൽ സ്കൂബ ഡൈവിംഗ് ഒന്നും പോവണ്ടാട്ടാ എന്നാണ് പറഞ്ഞാണ് വിട്ടത്. പക്ഷേ ഇവനാണെങ്കിൽ പോണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അപ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് ഈ പോണ കാര്യം ആലോചിച്ചിട്ട്. എങ്ങനെ ഇരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട്. തായ്ലാൻഡ് പോയപ്പോൾ ഒരു തവണ ഞാൻ പോയി, അതെനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എനിക്കറിയില്ല. അപ്പം ഞാൻ അതേ കമ്മലും അതേ കൈച്ചീനും അതും ഇതൊക്കെ മാറ്റി വെക്കണം. ഇങ്ങനെ ഊരിപ്പോവാം. മീനെ കാണാമെന്ന് പറയണവനെ. ഇതിപ്പോൾ ഊരിപ്പോണ സാധനങ്ങളൊക്കെ ഊരി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കമ്മലും ഇതൊക്കെ ഊരി വെച്ച് മേക്കപ്പൊക്കെ കളഞ്ഞിട്ട് വരാം. അയ്യോ എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അയ്യോ, ഞങ്ങളെ സ്കൂബ ഡൈവിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ കൊടുത്തിട്ട് പോകുന്നതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എനിക്ക് വെള്ളം ഭയങ്കര പേടിയല്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ ഇവനും കൂടി ഉള്ളതുകൊണ്ട് ദൈവം കരഞ്ഞൊക്കെ നിൽക്കുകയാണ് സ്കൂബ ഡൈവിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ അച്ഛൻ എന്ത് ചെയ്താൽ സമ്മതിക്കണില്ല. ഇനി അച്ഛൻ്റെ ഒപ്പം വരുമ്പോൾ എന്തായാലും പോകാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അച്ഛനൊരു ഡിസംബർ ജനുവരിയിലൊക്കെ വരും. അപ്പോൾ അന്നേരം ഞങ്ങൾ പോകും സ്കൂബ ഡൈവിങ്ങിന് കേട്ടോ. അപ്പോൾ അന്നേരം നമുക്ക് വീഡിയോ എടുക്കണം സ്കൂബ ഡൈവിങ്ങിന് കേട്ടോ. ഓക്കെ, ഇത് ബർത്ത്ഡേ ആയിട്ട് പോവണ്ട അങ്ങനെ. അപ്പോൾ എനിക്കും പേടിയാണ്, പിന്നെ ചേട്ടന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ചേട്ടന് ഇവൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ്. എന്നോട് വേണമെങ്കിൽ പോയിക്കോ, ആ വഴി പോയിക്കോ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവനെ വിടണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോകണില്ല. അപ്പോൾ എന്തോ സ്നോർക്കലിങ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഒരു ഓട്ടോ വരും, ഓട്ടോ വന്നിട്ട് അതിന് കയറിപ്പോവും. ഓക്കെ, അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളുടെ ഓട്ടോതേ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ശിവൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. പോവാൻ ചേട്ടാ, പോവാം. മലയാളി. പോവാം. സ്കൂബ ഡൈവിങ് ഞങ്ങൾ ജനുവരിയിൽ ചെയ്യും. അച്ഛൻ പറ്റുമെങ്കിൽ 3 പേരും കൂടി ഒരുമിച്ച്. ഇനി വേറെ എന്തെന്നാ നോക്കട്ടെ, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താ നോക്കട്ടെ കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. നോക്കി എന്തോരം തേങ്ങയാണ് നിലത്ത് വെറുതെ പൊഴിഞ്ഞ് കിടക്കണത്. ഇവരാരും എടുക്കണില്ലെന്ന് തോന്നണം. നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങക്ക് എത്ര രൂപയൊക്കെയാണല്ലേ? ഇഷ്ടപ്പെട്ട്. മോൻ്റെ ബർത്ത്ഡേ ആണെന്ന്. മോൻ്റെ ബർത്ത്ഡേ ആണ്. പിറന്നാള് മോൻ്റെ. അതുകൊണ്ട് വന്നതാ. മോൻ അതേ ഉണ്ട്. ലക്ഷദ്വീപിൽപ്പെട്ട അഗത്തിദ്വീപിലെ പണ്ടാരപ്പുര ഫത്തഹുള്ള എന്ന ഞാൻ 3 മാസം അവസാനത്തെ ആഴ്ചയോടുകൂടെ എനിക്ക് എറണാകുളം 2 സ്വദേശികളെ കാണാനിടയായി. അവർ ദ്വീപ് കാണാൻ വേണ്ടിയാണ് ആകെ വന്നിരിക്കുന്നത്. അവർക്ക് ദ്വീപ് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി നാടൻ പാട്ടിലൂടെ അവർക്കൊന്ന് കേൾപ്പിക്കട്ടെ. സ്റ്റാർട്ടാക്കുന്നു. അറബിക്കടലിൽ പടച്ച ദ്വീപ്, അറബിമാർ കച്ചോടം ബന്ധം പുലർത്തിയ ദ്വീപ്, കേരളം ചേരമാർ രാജ്യം ഭരിച്ച കാലം, കപ്പൽ സവാരിയിൽ കണ്ടെത്തി ദ്വീപിലെല്ലാം, എന്നൊന്തു ആശയും നല്ല ദ്വീപു സമൂഹം. താങ്ക് യു. ഓക്കെ, പുതിയ സംഭവങ്ങളാണ് ശിവ. ഈ ഒരു സംഭവമാണ് നീ വെക്കണത്. അത് പൊട്ടിച്ചിട്ടും കൂടി പുതിയതാന്ന് പറഞ്ഞത് കൊണ്ടുത്തന്നാണേ നമുക്ക്. ഇതെനിക്ക് വെക്കാനുള്ള സാധനം.
എടാ ശിവ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കണം. ഓക്കെ സൂപ്പർ എന്ന് കാണിക്കില്ല അതുപോലെ. ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം. ഓക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കണം. ഓക്കെ അല്ലേ? കൊണ്ടുപോകാനുള്ള ഓരോ സംഭവങ്ങളും എല്ലാവരും രണ്ടുപേരും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിവ മാസ്ക് എടുത്ത് നോക്കണുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. ശിവ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ എങ്ങനെ കാണിക്കണേ? നോട്ട് ഓക്കെ ആണെങ്കിലാ? ഓക്കെ. ശിവ നീങ്ങിക്കടാ ഇങ്ങട്. അവരെ വരട്ടെ, അവരെ പോയിട്ട് വരട്ടെ. ഇങ്ങോട്ട് നീങ്ങിക്ക പോൻ. നല്ല സ്നേഹമുള്ളവരാണ് കേട്ടാ. അവൻ്റെ അരിയത്തൊന്നും പോണില്ല. എടാ ഞാനില്ലടാ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടറാ. അയ്യോ എൻ്റെ ആർക്കും വീഡിയോ എടുക്കാൻ നനഞ്ഞ് ചീഞ്ഞിരിക്കുകയാണ്. സൂപ്പറായിരുന്നു. നീ കണ്ടാ? മീനെ കണ്ടാ? ഇവൻ ബോട്ടിൽ കയാക്കിങ്ങനെ പോയിക്കായിരുന്നു. ഞാൻ നാളെ ഒന്നും കൂടി വരാം. അപ്പം രാവിലെ കുളിക്കാണ്ട് വരാം. ഇവിടെ കുളിച്ചാൽ പോരെ? ബാഗ് എൻ്റെ അടുത്തുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. അതിൻ്റെ അടിയിലൊക്കെ ഭയങ്കര ഇത്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് നമുക്ക് തൊടാൻ പറ്റാത്തതെന്ന് ചോദിക്കായിരുന്നു. പക്ഷെ അത് തൊടാൻ പറ്റിയിരുന്നെങ്കിൽ ഇൻഫെക്ഷനൊക്കെ ആവും. നമ്മൾ തൊടാൻ പാടില്ലെന്ന് ഞാൻ കുറേ ട്രൈ ചെയ്ത് കാലുകൊണ്ടൊക്കെ. പക്ഷെ അത് തൊട്ടാൽ ഇൻഫെക്ഷൻ എന്തോ ആവുന്നു, അലർജിയൊക്കെ ആവുന്നു. അവർക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നമുക്കറിയത്തില്ല. അല്ല അത് കുഴപ്പമില്ല. പറഞ്ഞത് കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ്. ഞാൻ അറ്റം വരെയും പോയി. അവിടെയൊക്കെ ഭയങ്കര ഇത് മീനൊക്കെ. ഇന്ത്യ വരെ പോയടാ. ഇന്ത്യ വരെ ഒന്നുമല്ല. ഞാൻ ആ ബീച്ചിൻ്റെ അറ്റം വരെ ഒരുവിധം പോയടാ. അപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. അടിയിലൊക്കെ എന്താ പക്ഷെ മേക്കപ്പ് ഒന്നും ഇളകിയില്ല കേട്ടോ. മാസ്ക് വെച്ചേക്കാനുള്ള. ഓക്കെ അടിപൊളി. ആ അനുഭവം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയാക്കിങ് സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. റൂമിലെത്തി. അയ്യോ ഒന്നും പറയണ്ട, അടിപൊളി, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ അത്രയും ടെൻഷനായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. സ്കൂബ ഡൈവിങ് ചെയ്തില്ല. ചേട്ടൻ ചീത്ത പറഞ്ഞ്. ചേട്ടൻ പറഞ്ഞ് അങ്ങനെ സ്കൂബ ഡൈവിങ് ചേട്ടൻ വരുമ്പോൾ ചെയ്താൽ മതി, അത് ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഉള്ളവരൊക്കെ അത് ഈസി മൈൻഡിലാണ് അവർ പറയണത്. പക്ഷെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് അവനും ഒറ്റക്കല്ല, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ എനിക്ക് ടെൻഷനായി. ചേച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തേനെ. അപ്പം ശിവ അടിപൊളിയായിരുന്നു. ശിവ ആദ്യം ഒന്നും ടെൻഷൻ അടിച്ചില്ലേ? ശിവ ആദ്യം ടെൻഷൻ അടിച്ച്. അമ്മനെ കാണണ്ടായിരുന്നു. അമ്മ അവിടെ തന്നെ ഇല്ലേ? എടാ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഏരിയ അല്ല. നീ എവിടെ പോയാലും നീ എൻ്റെ അടുത്ത് തന്നെ എത്തും അവസാനം. അതങ്ങനെയാണ്. അങ്ങനത്തെ ഒരു സ്ഥലമല്ല നീ വിചാരിക്കണ പോലെ അല്ല. അത്രയും നീ കണ്ടില്ലേ നിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആങ്കിള് പാട്ട് പാടി തന്നത്. അപ്പം അത്രയും സ്നേഹമുള്ളവരാണ് ഇവിടെ കേട്ടാ. അപ്പം അത് വിചാരിക്കുകയും വേണ്ട. വാ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാം. വാ. അവനിവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്വർഗരാജ്യം പോലെയാണ്. അവൻ അവിടെ ആ ഒരു സ്ഥലത്ത് കയറണം, ഇവിടെ കയറണം, അവിടെ കയറണം, ഇവിടെ കയറണം, അതൊക്കെയാണ് അവൻ്റേത്. അപ്പം ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആവണം. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി വെറുതെ ആയിപ്പോയി. നല്ല വീട്ടിൽ നല്ല കാഞ്ഞ സാധനം ഇട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. നല്ലൊരു എക്സ്പീരിയൻസിന്. വൈകിട്ട് പോകണം. പിന്നെ ഈ അടുത്ത ഉണങ്ങിയിട്ട് വേണം പോകാൻ. ഞാൻ അധികം ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല ഗൈസ്. കാരണം എനിക്ക് ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഒരു 3-4 എടുത്ത് വെച്ച് അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, വൈകിട്ട് പോവാം. വൈകിട്ട് ഒരു ദ്വീപ് കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇപ്പോൾ പിഴിഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഉണങ്ങും. അങ്ങനെയാണെങ്കിൽ ഇത് തന്നിട്ടുണ്ട്. അത് പോവാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ വൈകിട്ട് വരെ ഒരു 4 മണി വരെ ഫ്രീ ആണ്. ഇപ്പോൾ എനിക്ക് തോന്നണം 1 മണിയൊക്കെ ആയിരുന്നു ഒന്ന്. അപ്പോൾ ലഞ്ച് കഴിക്കാം. ഇനിയൊരു 3-4 മണി വരെ ഫ്രീ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഐലൻഡിലോട്ട് പോവാണ്. ഒരു ബോട്ടിലാണ് പോകണമെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് അന്നേരം ഞാൻ കാട്ടിത്തരാം കേട്ടോ. പിന്നെ അന്നേരം റെഡി ആയതിന് ശേഷം ഉള്ള വീഡിയോ എടുക്കാം. ഓക്കേ. ഇതാ ശിവ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ
പോയി വന്ന ഡ്രസ്സൊക്കെ ഞങ്ങൾ ഇവിടെ ഇട്ടതാണ്, ഉണങ്ങാൻ വേണ്ടിയിട്ട് അലക്കിയിട്ട് ഇട്ടതാണ്. ഇനി ഫുഡ് കഴിക്കട്ടെ. ശിവ പോയി ബാ. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? നല്ല ഫുഡായിരുന്നു കേട്ടോ. അതെ, എൻ്റെ പ്ലേറ്റും കാലിയായി, അവൻ്റെ പ്ലേറ്റും കാലിയായി. അയ്യാ മടുത്ത്, അയ്യോ വയ്യേ. അവൻ്റെ ഉപ്പുവെള്ളത്തിൽ കഴുകണ്ടെന്നും പറഞ്ഞിട്ട് ഉപ്പുവെള്ളത്തിൽ തന്നെ പോയി കഴുകി. ഓക്കെ ഊഞ്ഞാലിലോട്ട് പോയിട്ടുണ്ട്. കാരണം അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഊഞ്ഞാലിൽ തന്നെയാണ്. ഊഞ്ഞാലിൽ മതി, വേറെ ഒരു പരിപാടിയും വേണ്ടെന്നാണ് അവൻ പറയുന്നത്. എന്നെ കളിയാക്കി അമ്മതിപ്പോ ഇവിടെ സ്ഥിരമായല്ലേ. എടാ നല്ല സുഖമുണ്ട് ഇവിടെ കിടക്കാനായിട്ട്. അതാണ് ഞാനും കിടക്കണം. എനിക്കൊരു എക്സ്പീരിയൻസ് പറഞ്ഞ ഇനി പറ. നിനക്ക് എന്താ തോന്നിയത് അത് പറഞ്ഞു. വെള്ളത്തിന്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും കാണാം, പണ്ടത്തെ ഷിപ്പിന്റെ പാർട്സ് ഒക്കെ കാണാം. പിന്നെ എന്താണ്, മീനൊക്കെ ഉണ്ടാവും, കൊറേ കളറില്ലേ, എത്ര കളറാണത്. പക്ഷെ ഇവിടെ ഡ്രസ്സില്ലേ അതുപോലത്തെ കളേഴ്സ് ഉള്ള മീനുകളാണ് ഞാൻ കണ്ടത്. ഞാൻ കുറേ നേരം പോയി, 2 മണിക്കൂറിൽ കൂടുതൽ ഞാൻ സ്നോർക്ലിങ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശിവ കയാക്കിങ്ങും ചെയ്തു, സ്നോർക്ലിങ്ങും ചെയ്തു, രണ്ടും ചെയ്തു ശിവ. അപ്പം ഞങ്ങളിതേ ഇവിടെ എൻ്റെ ശിവ വന്ന് ഇടിക്കൂട്ടാ. അതേ മുടിയൊക്കെ കുളിച്ച് നാശാക്കി. പിന്നെ എനിക്ക് നിങ്ങളോടായിട്ടൊരു അഡ്വൈസ് പറയാണ്ട്, വേറെ ഒന്നുമല്ല, നമ്മൾ കരാറ്റിനോ ബോട്ടോക്സോ ഒക്കെ ചെയ്തിട്ട് സ്റ്റൈലായിട്ട് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്താ 2 ദിവസം 1 ദിവസമൊക്കെ നമുക്ക് തല നനക്കാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കയാക്കിങ്ങും സ്നോർക്ലിങ്ങൊക്കെ ചെയ്ത് നമ്മുടെ തലമുടിയൊക്കെ നനയും. അപ്പം പിന്നെ ആ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. ഞാനതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഹെയർ കട്ട് മാത്രമേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു തല നനക്കണ്ട ഇവിടുത്തെ വെള്ളത്തിൽ, ഇനിയിപ്പോൾ ചെന്നിട്ട് തല നനക്കാം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ അങ്ങനെയാണ് 3-4 ദിവസം 5 ദിവസമൊക്കെ എത്തിയിട്ടേ ഞാൻ തല നനക്കുള്ളൂ, മേല് മാത്രമേ എല്ലാ ദിവസവും കഴുകുള്ളൂ. അപ്പം അങ്ങനെ വിചാരിച്ച് വന്ന ഞാനാണ് ഇന്ന് 2 പ്രാവശ്യം കുളിച്ച്. ഇന്ന് അതേ ബീച്ചിൽ പോയിട്ട് ഫുള്ള് കുളിച്ച് ഇത് ഇപ്പോൾ റിസോർട്ടിൽ വന്നിട്ട് വന്ന് കുളിച്ച് കഴിഞ്ഞ് വന്നേക്കാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ട് ആരും വരണ്ടട്ട, വെള്ളത്തിലൊക്കെ നനയും, ആകെ ഇതാവും. അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ ബോട്ടോക്സ് ഒക്കെ ചെയ്താൽ അറിയാമല്ലോ, കുറേ 2-3 ദിവസത്തേക്ക് നനക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും സ്റ്റൈലൊക്കെ ആവട്ടെ, നല്ല ലുക്കുള്ള ഫോട്ടോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ട് വരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് വരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ചെറിയ അത്ര വലിയ പൈസക്കല്ല നമ്മൾ ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു ലക്ഷദ്വീപിലോട്ടൊരു യാത്ര വന്നത്. ഒത്തിരി കുറേ പൈസ, ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ ഒന്നും വേണ്ട, നിസ്സാരം പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഏജൻസി വഴിയാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പോൾ തന്നെ എന്നോട് 2-3 പേര് ചോദിച്ചിട്ട് ഞാൻ നമ്പർ അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം അത്ര റേറ്റ് കുറവാണ്. അതിൻ്റെ ഇതായിട്ട് ഞാനൊരു എക്സ്ട്രാ വീഡിയോ ഞാൻ ചെന്നതിന് ശേഷം ഇടാം, കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഞാൻ പറയട്ടെ, ഒരു കൊല്ലത്തേക്ക് ഒരു ചിട്ടി കൂടിയിട്ട് ആ ചിട്ടി പിടിച്ച് പൈസ ഉണ്ടെങ്കിൽ വരെ നമുക്ക് ഇങ്ങോട്ട് വരാം. അല്ലെങ്കിൽ ഈ കുടുംബശ്രീയോ അങ്ങനത്തെ ഉള്ള സംഭവമില്ല, അതിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് വരാമെന്നേ. കാരണം അതൊക്കെ അടച്ചു തീർക്കാൻ നമുക്ക് പറ്റും, നിസ്സാരം പൈസ വെച്ച് അടച്ചാലും മതി. പിന്നെ എന്തായാലും വരുമ്പോൾ തുമ്പിനെയും കാർത്തൂനെയും ചേച്ചിനെയും ചേട്ടനെയും അനിയൻ്റെ ഭാര്യ ഉണ്ണിമായനെയും ആദൂനെയും എൻ്റെ ഹസ്ബൻഡിനെയും ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മനെയും എല്ലാവരെയും കൊണ്ടുവന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കും, ആഗ്രഹങ്ങളൊക്കെ നടക്കാനുള്ളതല്ലേ, നടക്കും അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരെയും കൊണ്ട് നമുക്ക് വന്നെ. തുമ്പിക്ക് ഭയങ്കര വിഷമമാണ്, കാരണം തുമ്പി വിളിക്കുമ്പോഴൊക്കെ അമ്മച്ചിയുടെ പുറയിൽ നിന്നിട്ട് ഭയങ്കര വിഷമത്തിലൊക്കെയാണ് നിൽക്കണം. നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ അവളെയും കൊണ്ടൊക്കെ വരണം. എന്തായാലും ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി വരും. നിങ്ങൾ ആ വ്ലോഗ് കാണണം അല്ലേ? ജനുവരിയിൽ അച്ഛനും ഞാനും ജീവായിരിക്കും. അന്ന് അവരും ഉണ്ടെങ്കിൽ ഓക്കെ, എല്ലാവരും കൂടി ഒരു കോട്ടേജിൽ എങ്ങനെ കിടക്കും? ശരിയാ, ഈ കോട്ടേജ് മൊത്തമായിരിക്കും. അപ്പം അങ്ങനെ നോക്കാം. അതിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പോയി, ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലിനൊക്കെ. എന്തായാലും ലിപ്സ്റ്റിക്ക് ഇവിടേക്ക് വന്നപ്പോൾ ഇടാൻ മറന്നു പോയതാണ്. അപ്പം അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് അതൊക്കെ ഇട്ടിട്ട് ഇന്ന് പോയൊരു സ്നോർക്ലിങ്ങിനാണ് ഗൈസ്. സ്നോർക്ലിങ്ങിന് പോയിട്ട് കുപ്പിവെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്താ പറയുക, ഇപ്പോഴും കണ്ണടച്ചാൽ എനിക്ക് ആ ഒരു
കടലിൻ്റെ അടിയിലുള്ള സംഭവങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഭയങ്കര അത് നമുക്ക് വീഡിയോയിൽ ഞാൻ നോക്കട്ടെ, എൻ്റെ എന്തെങ്കിലും ക്ലിപ്പിംഗ് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും അതിനകത്ത് കാണിക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു രക്ഷയില്ല. പിന്നെ കഴിഞ്ഞ വ്ളോഗ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അതിപ്പോൾ 1 മണി ടൈം ആവാറായി. അപ്പോൾ ഈ വ്ളോഗ് വരുന്ന ടൈം ആയിട്ടുണ്ടാവും. എനിക്കങ്ങനെ വ്ളോഗിങ് ഒന്നും ചെയ്യാൻ അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നത്. ഞാൻ സംസാരിച്ചൊക്കെ എൻ്റെ സൗണ്ടൊക്കെ പോകും. എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിലില്ലേ, ഞാൻ അവരെ കത്തി വെച്ച് കൊല്ലും. നിങ്ങളൊക്കെ എല്ലാവരും എന്നിപ്പോൾ പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണെന്ന് വെച്ചാണ്. എനിക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരുടെ അടുത്ത് ഇൻട്രോവേർട്ടാണ്, അല്ലാത്തവർക്കൊക്കെ എക്സ്ട്രോവേർട്ടാണ്. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നത്. അതെനിക്ക് കാരണം പണ്ട് മുതലേ ആരും ഉണ്ടായിരുന്നില്ല സംസാരങ്ങളൊന്നും കേട്ടിരിക്കാനായിട്ട്. ഇപ്പം അമ്മച്ചിയാണെങ്കിലും ആരാണെങ്കിലും അച്ഛനും അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇങ്ങനെ വന്നിട്ട് അവിടെ പോയി ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അവിടുത്തെ വിശേഷം, ടീച്ചറിൻ്റെ വിശേഷം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അന്നേരം അമ്മച്ചി പറയും പോയി കുളിക്കി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറയും. അപ്പോൾ ഇനി ചേച്ചിയുടെ പറഞ്ഞത് തീരുമില്ല, അപ്പോൾ എനിക്ക് പറയാൻ സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ നിന്ന് കണ്ണൂർക്ക് ഞങ്ങൾ കാറിനാണ് പോകണമെങ്കിൽ കുറേ വെളുപ്പിനൊക്കെ ആകുമ്പോൾ ഞാൻ ഉറങ്ങും. പിന്നെ ഒരു 7 മണി 7:30 ആകുമ്പോഴേക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടം വരെയും കണ്ണൂർ ചിലപ്പോൾ കോഴിക്കോടൊക്കെ എത്താറാകുമ്പോൾ, കോഴിക്കോടല്ല തൃശ്ശൂരൊക്കെ കഴിയുമ്പോഴേക്കാണ് എണീക്കണമെന്ന് തോന്നുന്നു. കോഴിക്കോട് എത്തുന്ന അതോ അറിയില്ല. 7 മണി 7:30 ആകുമ്പോൾ എണീറ്റാൽ തന്നെ ഞാനിങ്ങനെ വീട് വരെയൊക്കെ ചേട്ടനോട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്തൊക്കെയാണെങ്കിലും എനിക്കൊരു സംസാരിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാലല്ലേ ഇത്ര കാര്യങ്ങൾ പറയാനുണ്ടോ. അപ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കണല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അതായത് ഇവിടേക്ക് വന്നതിൻ്റെ പൈസയുമൊക്കെ പറഞ്ഞിട്ട് അത് ഓൾമോസ്റ്റ് എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് എന്നോട്. അപ്പോൾ അവനവിടെ കിടന്ന് പിരിയുണ്ട്, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് നേരം കിടന്ന് ഉള്ളിൽ പോയി കിടന്ന് ഉറങ്ങാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് ഇറങ്ങുമ്പോൾ വ്ളോഗിൽ ഉൾപ്പെടുത്താം. വൈകിട്ട് ഞങ്ങളിപ്പോൾ ഒരു 4 മണിയാണ് പറഞ്ഞേക്കുന്നത്. 4 മണി 4:30 ആകുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. വേറൊരു ഐലൻഡിലാണ് പോണത്. ഏതാണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. വേറൊരു ഐലൻഡിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ പിന്നെ വൈകിട്ട് റെഡി ആയതിന് ശേഷം വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ വ്ളോഗിങ് അത്ര നല്ലതല്ല. ഞാനിപ്പോഴും വേണം, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ക്യാമറയിലോട് സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ ശരി. അപ്പം ഞങ്ങളിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വലിയ റെഡി ആവലൊന്നുമില്ല, ഒരു ഐലൻഡിൽ പോവാണ്. അപ്പോൾ രാവിലെ ഇട്ട ഡ്രസ്സ് ഉണങ്ങി. അപ്പം പിന്നെ ആ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത് കേട്ടോ ഞങ്ങൾ. ശിവക്കൊരു വേറെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ശിവ ഇവിടെ നിന്നപ്പോൾ ഉള്ള ഡ്രസ്സാണ്. ഇനി ഐലൻഡിൽ പോകുമ്പോൾ എങ്ങനെയാണ് നനയോന്നൊന്നും അറിഞ്ഞൂടാ. അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാനായിട്ട്, സ്നാക്സ് എന്തെങ്കിലും, അല്ലെങ്കിൽ വിശന്നാലാ. ഓക്കെ, അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ശിവ റെഡി. ഞങ്ങളിപ്പോൾ കടലിൽ നടുക്കാണ്. നടുക്കടലിൽ ബോ കളിയാ. ഇന്ത്യയിൽ പെട്ട ഐലൻഡാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ആൾ താമസം ഒന്നുമില്ലല്ലോ. ആൾ താമസം ഉള്ള സ്ഥലത്തുണ്ടാവില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ടൂറിസ്റ്റോ വേറെ രാജ്യക്കാർ
ഇതാണ് നമ്മളെ ഡ്രൈവർ വാസു. വോയിസ് വരുന്നോ ഇതിലെ വോയിസ്? വന്ന 2 പേര് തമിഴ്നാട്ട് മധുരയിൽ നിന്നാണ് വരുന്നത്. ഇവര് ആബിദ ആൻഡ് മൊയ്തീൻ. ഓക്കെ, നമ്മളാര്? ശിവ. ഞങ്ങളിതേ വേറൊരു ഐലൻഡിൽ പോയേക്കായിരുന്നു. തിരിച്ചിതാ കോട്ടേജിലെത്തി. അപ്പം ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു കേക്ക് കട്ടിങ് വേണം. അപ്പം ഞാൻ സാരഥി ഹോളിഡേയ്സിൻ്റെ ഒപ്പമാണ് വന്നപ്പോൾ ശരത്തേട്ടനോട് ഞാൻ പറഞ്ഞു, ശരത്തേട്ടൻ എനിക്കൊരു കേക്ക് എന്ന്. അപ്പം ഞാൻ അതൊക്കെ സെറ്റാക്കാമെന്ന്. അപ്പം അതുപോലെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് മേടിക്കാൻ ആൾ പോയേക്കാണ്. അപ്പം ഞങ്ങളിവിടെ 3 കോട്ടേജ് ഉണ്ട് ഇതിൻ്റെ ഇപ്പുറം. അപ്പോൾ അവരെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒപ്പം വേറൊരു ഐലൻഡിലോട്ട് ഇപ്പോൾ പോയി വന്നപ്പോൾ ഒരു കപ്പിൾസും കൂടി വന്നായിരുന്നു. അപ്പോൾ അവരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ എങ്ങനെയാണെന്ന് കാണാം നമുക്ക്. ഓക്കെ, ബാ. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇവിടെ ബർത്ത്ഡേ ആയിട്ട് മോനെയും കൊണ്ട് ലക്ഷദ്വീപ് വരാൻ പറ്റുമെന്ന് അറിയായിരുന്നു. പക്ഷേ അവൻ്റെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ച് ഇത്രയും പേരൊക്കെ വെച്ചിട്ട് ആഘോഷിക്കാനൊന്നും പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം ഒത്തിരി പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കോട്ടേജിൽ. അപ്പോൾ അവരെല്ലാവരെയും കൂട്ടി നമ്മളെല്ലാവരെയും വിളിച്ചിരുന്നു പരിപാടിക്ക്. അപ്പോൾ എല്ലാവരും വന്ന് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. ഇതേ ഞങ്ങൾ ഞങ്ങളുടെ കോട്ടേജിലോട്ട് വന്നാണേ ഭയങ്കര കാറ്റാണ്. പുറകിൽ ഭയങ്കര കാറ്റാണ്. അപ്പോൾ പറയുന്ന ഒരു 50 കിലോമീറ്റർ സ്പീഡെങ്കിലും ഉണ്ടെന്ന് കാറ്റിന്. എങ്ങനെയുണ്ടായി ശിവ കാറ്റ്? മണ്ണ് വായിലേരെ പോയി എന്ന് പറയുന്നത്. ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ല. പോവില്ല, ഇനി അങ്ങോട്ട് പോലെ വേണം വേണം. ഇത് ഇവിടെ ഒരാൾ വരുന്നുണ്ടേ. ഞങ്ങളുടെ ഗൈഡിൻ്റെ മോനാണ് കേട്ടോ. അല്ലല്ലോ പേര്? അല്ല, ഹാഫിസ്. സോറി, ഹാഫിസ്. ഹാഫിസ് എന്നാണ് ഫയാസ് എന്ന് പറയുന്നത്. ഹാഫിസാണത്. ഞങ്ങളുടെ ഗൈഡിൻ്റെ മോനാണ്. അപ്പോൾ ആള് ബർത്ത്ഡേ പാർട്ടി, ശിവയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കാൻ വന്നതാണ്. എറണാകുളത്തൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരൂലേ? ആ, ഓക്കെ. അപ്പം ഞങ്ങൾ വൈകിട്ട് പുളിയുണ്ടാകും ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പം ചപ്പാത്തിയും മീൻകറിയാണ് കേട്ടോ. ശിവ ഒരു ചപ്പാത്തി, ഞാൻ 2 ചപ്പാത്തി. പിന്നെ ഇപ്പോൾ ഭയങ്കര കാറ്റുള്ളതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇരിക്കുന്ന ടേബിൾ അതാണേ. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്താണ്. കാരണം ഭയങ്കര കാറ്റുണ്ട്, ഭയങ്കര മഴയൊക്കെ വരാൻ പോണൊരു ഇത് കണ്ടോ. കാറ്റിൽ ഇങ്ങനെ അടിക്കണുണ്ടോ, കിട്ടുകിട്ടുന്ന് കാറ്റ് കൊണ്ട് ഇങ്ങനെ ആവണതാ. അപ്പം ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, എവിടെ പോവാൻ? ഉറങ്ങാനല്ലേ ഉള്ളൂ. ആ, പറയൂ. ഓ സോറി, പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ റൂമിലെത്തി. അപ്പുറം തന്നെയാണ്, തൊട്ടപ്പുറം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് ശിവയുടെ ദിവസമായിരുന്നു, ശിവയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ശിവ ഒന്ന് പറഞ്ഞേ. എന്താണ് ഇന്നത്തെ ദിവസം, എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ബോട്ടിങ്ങിന് വന്ന ആളും പിന്നെ എല്ലാവരെയും ഞങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷം. എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എന്തായിരുന്നു, ശ്രീലങ്കയോ അല്ല എവിടെയാണ്, മധുരയിൽ നിന്ന് വന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ ഹണിമൂണാണ്. അപ്പോൾ അവരും വന്ന്, അവരപ്പുറത്തെ കോട്ടേജില്ല, പക്ഷെ അവരും വന്ന് ഇവിടെ ഉള്ളവരും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അവിടെ ശിവയുടെ ബർത്ത്ഡേ കേക്കൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത്, കേക്ക് സക്കീറങ്കിളില്ലേ, സക്കീറങ്കിൾ ഏൽപ്പിച്ചാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഗൈഡ് ഏൽപ്പിച്ച്. പിന്നെ ഞങ്ങളുടെ ഇന്ന് രാവിലെ തുടങ്ങി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷന്. വലിയ ഗ്രാൻഡ് സെലിബ്രേഷൻ ഒന്നുമില്ല, ജസ്റ്റ് കേക്ക് കട്ടിങ്, എല്ലാവർക്കും കേക്ക് കൊടുത്ത് അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിശയം എന്താണെന്നറിയോ, ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. ആഹാ, അടിപൊളി, ഗിഫ്റ്റ് കിട്ടിയില്ലെന്ന്. എടാ, ഈ ലക്ഷദ്വീപേ നിനക്കുള്ള ഗിഫ്റ്റ് അല്ലേ ഞാൻ തന്നത്, ഇനി അതിലും വലിയ ഗിഫ്റ്റ് എന്തെന്നാ? കൊള്ളാലടാ നീ. അമ്മനെ സേപ്പിടാൻ പറ്റിയ ഒരു അവസരം പാഴാക്കരുതാ. അപ്പം ഇത്ര ഉള്ളു വീഡിയോ. അപ്പം ഇനി ഞങ്ങൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ. പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകും, അതായത് 29-ാം തീയതി തിരിച്ചു പോകും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ വീഡിയോ എത്തണത് ചിലപ്പോൾ 28-ാം തീയതി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ, ഗുഡ് നൈറ്റ്. ശിവ ഗുഡ് നൈറ്റ് പറയും. ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പം നിങ്ങൾ ഉച്ചക്കായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ഗുഡ് നൈറ്റ്.
നിങ്ങൾക്ക് അവിടെ നന്നായിട്ട് ഫുഡ് കഴിക്കുക, വീഡിയോ കണ്ടിട്ട് ഫുഡ് കഴിക്കുക. എല്ലാവരും എപ്പോഴും പറയണതാണ് എന്തോ ആ ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും പറയണതാണ് എൻ്റെ വീഡിയോ വരുമ്പോൾ ചോറ് കഴിക്കാൻ എടുക്കും എന്നൊക്കെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ പഴയ കോമഡി സീനുകളൊക്കെ കണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇൻസ്റ്റാ റീൽ അങ്ങനെയൊന്നും കണ്ടല്ല, പഴയ കോമഡി സീൻസൊക്കെ ഞാൻ കാണും. ജഗതി, കൽപ്പന ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഞാൻ കാണും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കണത്. അപ്പോൾ ഇപ്പം എല്ലാവരും പറയും എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ചോറ് കഴിക്കണത് 1 മണിയായി എന്ന് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അത്രേ ഉള്ളപ്പം എനിക്ക് കൂടുതൽ എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം എല്ലാവർക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഇന്ന് 27-ന് വന്ന വീഡിയോ വ്ലോഗ് സർപ്രൈസ് ലക്ഷദ്വീപ് എന്നുള്ള വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.